ഹലോ, എല്ലാവർക്കും എന്നോട് വിശേഷം. കാപ്പിയൊക്കെ കുടിച്ചോ? ഈ ഒരു ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല അല്ലേ? സമയം 8 ആകാറായി. എല്ലാവരെയും അത്താഴത്തിൻ്റെ സമയമായ സമയത്താണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ചായ കുടിച്ചോ എന്ന്. കാരണം ഞാനിപ്പോഴാണ് ചായ കുടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മേടിച്ചെന്നത് ഉഴുന്നുവട. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്നൊക്കെ പറയത്തില്ലേ, കടിയിൽ എനിക്ക് ഉഴുന്നുവട ഭയങ്കര ഇഷ്ടമാണ്. ഇതുകൊണ്ടൊരു ഗുണമുണ്ട്, ദോഷമുണ്ട്. ദോഷമാണ് കൂടുതലേ. ഇതേ കാണുന്നില്ലേ കുരുക്കൾ, കണ്ടാ? എല്ലാ ദിവസവും എനിക്ക് ഉഴുന്നോടെ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ ഞാനത് ഉഴുന്നോടെ എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഉഴുന്നല്ലേ. അപ്പോൾ ഒന്നാമത് എൻ്റെ ഫേസ് ഭയങ്കര ഓയിലിയാണ്. രാവിലെ നമ്മൾ ക്രീമൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഉച്ച സമയത്ത് നമ്മളിങ്ങനെ നഖം വെച്ച് ഇങ്ങനെ ചുരണ്ടിയെടുത്ത ഇതുണ്ടോ ഓയിൽ, എണ്ണ ഇങ്ങനെ നമ്മൾ തൂത്തിട്ട് വന്ന പോലെ ഇരിക്കും. അപ്പോൾ പലരും എന്നോട് ചോദിക്കും ഇതെങ്ങനെ എണ്ണാന്ന്. എനിക്കറിയില്ല. എണ്ണ ഇങ്ങനെ ഭയങ്കരമായിട്ട് എണ്ണ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഫേസാണ്. അതുകൊണ്ട് എപ്പോഴും പിമ്പിൾ ഇങ്ങനെ കുറയാതിരിക്കും. മെയിൻ ഇതാണ്, ഈ ഒരു ഉഴുന്നവടയാണെന്ന് എനിക്ക് തോന്നണം. ഉഴുന്നവട കഴിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പണ്ടൊക്കെ ഞങ്ങൾ ഹൈ റേഞ്ചിലായിരുന്നുകൊണ്ട് ഈ എസ്റ്റേറ്റിലൊക്കെ ജോലി. അപ്പോൾ എൻ്റെ അപ്പന് പണ്ട് എസ്റ്റേറ്റിൽ ജോലി ഉണ്ടായി, പിന്നെ ജോലിയില്ല. പിന്നെ അമ്മ അംഗൻവാടി ടീച്ചറായിരുന്നു. അപ്പോൾ ഈ പണ്ട് ശനിയാഴ്ചകളിൽ എസ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ചിലവ് കാശ് കൊടുക്കും. പണ്ടെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിൽ. അപ്പോൾ ഈ ചിലവ് കാശൊക്കെ മേടിച്ചിട്ട് അവിടെ തന്നെ കടിയിടുന്ന കടയുണ്ടാവുമല്ലോ, ചായക്കട ഉണ്ടാവും, ക്യാൻറ്റീൻ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ ബോണ്ട, ഉഴുന്നുവട ഒക്കെ മക്കൾക്ക് മേടിച്ചുകൊണ്ട് പോകും ശനിയാഴ്ച ചിലവ് കാശ് കിട്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ അപ്പനും അമ്മയ്ക്ക് എസ്റ്റേറ്റിൽ ജോലി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മേടിച്ചു തരാൻ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ കുഞ്ഞു പിള്ളേരാണല്ലോ, ഞാൻ മൂത്തതാണ്. അപ്പോൾ ഞങ്ങളുടെ ആ കയ്യാലപ്പുറത്ത് കയറി ഇങ്ങനെ താഴെ ഇങ്ങനെ നോക്കിയിരിക്കും. താഴെ നിന്ന് ആൾക്കാർ ഓരോ പൊതിയായിട്ട് ഇങ്ങനെ മേടിച്ച് ചുരുട്ടി കെട്ടിയ പേപ്പറിൻ്റെ പൊതിയായിട്ട് പോകുമ്പം എനിക്ക് ഭയങ്കര ഇതായിരിക്കും, അയ്യോ നമുക്ക് ആരും ഇല്ലല്ലോ അങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന് തരാൻ. അപ്പോൾ അത്രയ്ക്കും ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയം കൂടിയാണത്. അപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കും ആരെങ്കിലും ഒന്ന് തരുമെന്ന്. പിന്നെ എൻ്റെ അമ്മയുടെ അച്ഛൻ ഉണ്ടായിരുന്നപ്പം അപ്പച്ചൻ ഇങ്ങനെ ആരുടെ അടുത്തെങ്കിലും പൈസ കൊടുത്തുവിട്ട് അല്ലെങ്കിൽ എപ്പോഴേലും ഇങ്ങനെ വരുമ്പോൾ മേടിച്ചുകൊണ്ട് വന്ന് തരും. അപ്പോൾ ബോണ്ട ഭയങ്കര ടേസ്റ്റായിരിക്കും. ഞങ്ങളുടെ അവിടെ ഉള്ള ബോണ്ട നല്ല തേങ്ങാ കൊത്തൊക്കെ ഇട്ട് നല്ല ഉണ്ടം ബോണ്ട, കറുത്തിട്ടിരിക്കും ഉണ്ടം ബോണ്ട. അപ്പോൾ പിന്നെ വെച്ചാൽ ഈ ഉഴുന്നോടെയൊക്കെ ഉണ്ടാക്കുന്നത് ദീപാവലി അങ്ങനെയൊക്കെ വരുമ്പോൾ വല്ലവരുടെയൊക്കെ വീട്ടിൽ വെച്ചാൽ നമുക്ക് കിട്ടും. അപ്പം നമ്മളങ്ങനെ വീട്ടിലൊന്നും എപ്പോഴും നമ്മളങ്ങനെ മേടിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വെക്കുകയൊക്കെ ഇല്ല. എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുമ്പോൾ ഉഴുന്നോടെയൊക്കെ ഉണ്ടാക്കി പായസം ഒക്കെ വെച്ച് അങ്ങനെ കിട്ടും ആരെങ്കിലുമൊക്കെ. എൻ്റെ വല്യമ്മച്ചിയൊക്കെ അവരുള്ളപ്പം എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ നന്നായിട്ട് ഉഴുന്നവിടെ ഇടും. അപ്പോൾ എന്തെങ്കിലും അവരുടെ വീട്ടിൽ ദീപാവലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ, കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഉഴുന്നവടയും പായസവും വെക്കും. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കാലം മാറി മക്കളെ, ഇന്ന് അങ്ങനെയല്ല. എല്ലാ ദിവസവും 4 മണിക്ക് ചായ വേണം, 4 മണിക്ക് പലഹാരം വേണം, ഇല്ലെങ്കിൽ പറ്റത്തില്ല. ഞാൻ എന്നാണെന്നറിയാവോ, ചായക്ക് ഇങ്ങനെ അഡിക്റ്റായ പോലെ. ഇപ്പോൾ ചായ എത്ര കിട്ടിയാലും കുടിക്കും, പക്ഷെ കൊള്ളത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഇരുന്ന വണ്ണത്തിൽ ഇപ്പോൾ 3 ഇരട്ടിയായി. എൻ്റെ എല്ലാ ഡ്രസ്സും ടൈറ്റായി. രാവിലെ എടുത്ത് എനിക്ക് തന്നെ പരിപാടി, ഡ്രസ്സ് എടുക്കുക, ഇട്ട് നോക്കുക, പിരിക്കുക, ഇടുക, ഇത് തന്നെ. ഞാൻ ഇരുന്നതിലും കൂടുതലായി. കാരണം ഇപ്പോൾ എനിക്ക് ചായയും കടിയും കൂടും, മധുരം കൂടുതൽ കൂട്ടരുതെന്ന് പറയും. പക്ഷേ അറിയില്ല, എനിക്ക് ചായ കോഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. രാവിലെ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ മാക്സിമം 2 എണ്ണമെങ്കിലും കുടിക്കും. എനിക്ക് പാൽ കാപ്പിയോടാണ് അത്ര താല്പര്യം, അങ്ങനെ കുടിക്കും. അപ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും കടി. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ ഈ വട്ട് പിടിച്ചവർ? എല്ലാ ദിവസവും കടിയും വേണം, ചായ വേണം. ഒരു 4-5 മണിക്കുള്ളിൽ എനിക്ക് ചായ കുടിക്കണം. കുടിച്ചില്ലെങ്കിൽ കുടിയന്മാരെ പോലെയാണ് ഞാൻ. എനിക്ക് പറ്റത്തില്ല. പിന്നെ ചായയിലായിരിക്കും എൻ്റെ ഓർമ്മ മൊത്തം. ചായ ഞാൻ എങ്ങനെയെങ്കിലും എടുത്ത് കെറ്റിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ കെറ്റിലെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇന്ന് ഞാനിങ്ങനെ വാശി പിടിച്ചിരിക്കുക, ചായ കുടിക്കരുത്. കാരണം രാവിലെ 2 ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ട് ഞാൻ. എന്നാ വെച്ചാൽ രാവിലെ നേരത്തെ എഴുന്നേറ്റപ്പം തന്നെ ഒരെണ്ണം ഇട്ട് കുടിച്ച്, പിന്നെ ഇറങ്ങാൻ നേരം ഞാൻ ഒരെണ്ണം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് 2 ചായ കുടിച്ചുകൊണ്ട്, അതും കോഫി അബ്രൂവാണ് കുടിച്ചത്. അപ്പോൾ ഇന്ന് ചായ ഇനി കുടിക്കരുത് എന്നുള്ള വാശിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ പറ്റുമോ എന്ന് എനിക്കറിയില്ല, മാക്സിമം നോക്കാം. പിന്നെ എനിക്ക് വൈകുന്നേരം ചായക്ക് കടി മേടിച്ചു തന്നാൽ പിന്നെ കടയിൽ ഇങ്ങനെ വന്നും പോയി ഇരുന്നുകൊണ്ട് ഇരുന്ന് കഴിക്കാനായിട്ട് സമയം കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ബ്രെഡിൻ്റെ അകത്ത് മയോണൈസും വെച്ച് ചേട്ടനോട് വെച്ചിട്ട് പോയിരുന്നു. അതാരും തിന്നും. അപ്പോൾ പിന്നെ അതൊരെണ്ണം കഴിച്ചപ്പോൾ അങ്ങനെ
വിശപ്പടങ്ങി. പിന്നെ അതാ ഞാനിവിടെ ഇപ്പോൾ ഉഴുന്നവടയായിട്ടിരിക്കണം. അപ്പോൾ എല്ലാ ദിവസവും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയ ഉഴുന്നവട. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഉഴുന്നവട ഇഷ്ടം പറയുക. അതുപോലെ എന്നെപ്പോലെ പഴയ ഓർമ്മകളുണ്ടോ ഈ ഉഴുന്നവടയിലൊക്കെ എന്ന് പറയണം. അപ്പോൾ പണ്ട് ഇങ്ങനെ ഒരു കടി ആരെങ്കിലും മേടിച്ച് തരുമോ എന്നിങ്ങനെ കാത്തിരുന്ന സമയം പോയി. ഇന്ന് എന്ത് നമുക്ക് മേടിക്കാം, പക്ഷേ എപ്പോൾ വേണേലും മേടിക്കാം. പക്ഷേ നമ്മുടെ ജീവിത ശൈലികൾ മാറി. ഞാൻ പറഞ്ഞില്ല, അതാണ് ഈ പിമ്പിളും നമ്മൾ അമിതമായിട്ടുള്ള വണ്ണവും ഇതൊക്കെ നമുക്ക് അറിയാം. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഹാനികരമാണെന്ന് അറിയാം. മെഡിക്കൽ ഷോപ്പിൽ ഇരുന്ന് പലർക്കും അത് പലരിലോട്ടും അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത് എന്നൊക്കെ നമ്മൾ എന്താ പറയുക, അഡ്വൈസ് ഫ്രീ ആയിട്ടല്ലേ, അതിനൊന്നും കാശില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. പക്ഷേ നമ്മളത് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ എനിക്ക് ഞാൻ പലർക്കും അഡ്വൈസ് കൊടുക്കും പല രീതിയിലും. പക്ഷേ എനിക്ക് ചില സമയം ഞാനത് എടുക്കാൻ വിട്ടുപോകുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ കൺട്രോൾ ചെയ്യണം. രാവിലെ നടക്കാൻ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് വണ്ണം കൂടുന്നത് കൊണ്ട്. പക്ഷേ സമയം എനിക്ക് ഭയങ്കര കുറവാണ്. രാത്രി നമ്മൾ ഇവിടുന്ന് കട അടിച്ചിട്ട് പോകുമ്പോൾ 10 മണിയാവും. പിന്നെ വീട്ടിൽ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കുളിയൊക്കെ കിടക്കുമ്പോൾ 12 മണി 1 മണിയാവും നമ്മൾ ഉറക്കത്തിലോട്ട് പോകാം. പിന്നെ രാവിലെ പിള്ളേർക്ക് നേരത്തെ എഴുന്നേക്കണം, ഫുഡൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിലും പരിപാടിയാണ്. അപ്പോൾ എഴുന്നേക്കാനുള്ള ആ ഒരു എന്താ പറയുക ഇതില്ല. പിന്നെ അൺടൈമിലുള്ള ഫുഡടി ആരും അങ്ങനെ ചെയ്യാതിരിക്കുക. ഞാനൊക്കെ അതുകൊണ്ടാണ് ഈ വണ്ണം കൂടുന്നത്. ഞങ്ങൾ രാത്രി 10 മണിക്ക് ഇവിടെ പോയി 10:30-11 മണിയാവും ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ കയറി കിടക്കുകയും ചെയ്യും. അപ്പോൾ ദഹിക്കാനുള്ള സമയമില്ല. നമ്മൾ കറക്റ്റ് ഒരു 8 മണിക്ക് മുമ്പ് ഒരു 7 മണിക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ദഹിക്കാനുള്ള സമയമുണ്ടാവും. പക്ഷെ നമ്മൾ രാത്രി പോകുന്നു, പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു കുളി, 12 മണിക്ക് ഒരു കുളിയൊക്കെ കഴിഞ്ഞ്, അതൊക്കെ ഒരു നല്ല ശീലമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ അതൊക്കെയാണ്. എനിക്ക് നല്ലൊരു ശീലമില്ല, അതാണ്. അതുകൊണ്ട് എൻ്റെ ഇങ്ങനെ വണ്ണം കൂടുന്നു. അപ്പോൾ നല്ലൊരു ശീലമില്ലാത്തതുകൊണ്ട് എൻ്റെ മുഖത്തിൽ ഇങ്ങനെ കുരുക്കൾ കൂടുന്നു, ഇങ്ങനെ ഞാൻ അമിത വണ്ണം വെക്കുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കുകയും വേണം. നോക്കാം. 2 മക്കളുടെ അമ്മയല്ലേ, ഞാനൊന്ന് നോക്കട്ടെ നടപ്പിലാക്കാൻ പറ്റുമെന്ന്. പക്ഷെ പണ്ടത്തേതിലും ഇപ്പം എനിക്ക് ഈ കുരുക്കളുടെ പാടുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ബിഫോർ ആഫ്റ്റർ എന്നൊന്നും ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റില്ല. കാരണം മാക്സിമം നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഫിൽറ്റർ ഇട്ട് തന്നെ എടുക്കുന്നവരാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഫിൽറ്റർ ഇട്ടിട്ടില്ല, അതുകൊണ്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതുണ്ട്, കറുത്ത പാടുകളും കുത്തുകളും ഒക്കെ കാണാൻ പറ്റും. ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ മാക്സിമം ഫിൽറ്ററൊക്കെ തന്നെ എടുക്കുന്നത്. അതുകൊണ്ട് ബിഫോർ ആഫ്റ്റർ ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. പക്ഷെ എന്നെ കാണുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഇതിന് മുമ്പ് എൻ്റെ മുഖത്ത് ഇതുണ്ടോ, ഇപ്പോൾ ഈ കറുത്ത വന്ന പാടുകളുണ്ട്. മുമ്പ് ഒരുപാട് കറുത്ത പാടുകളുണ്ടായിരുന്നു, പിമ്പിൾ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 15-20 ദിവസമായിട്ട് ഞാനൊരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എനിക്ക് നല്ല വിസിബിളായ ഒരു മാറ്റമാണ് കേട്ടോ. ഞാൻ ആരും യൂട്യൂബേഴ്സിനൊന്നും കണ്ടൊന്നും ഇടാറില്ല. കാരണം അവർ പ്രൊമോഷന് വേണ്ടിയിട്ട് ഓരോ ദിവസം ഓരോ ക്രീമുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇന്നൊരു ക്രീമാണെങ്കിൽ നാളൊരു ക്രീം, ഇന്നൊരു സിറമാണെങ്കിൽ നാളൊരു സിറം. പക്ഷെ അവരുടെ മോൻ കണ്ടാലും നമുക്ക് അറിയാൻ പറ്റുമോ അവർ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. പിന്നെ പ്രൊമോഷന് വേണ്ടിയിട്ടല്ല എന്തും ചെയ്യാമല്ലോ. അപ്പോൾ അതൊന്നും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ എൻ്റെ ഒരു നല്ല ട്രസ്റ്റായിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്ന് ഞാനൊരു സിറം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടുതരാം. അപ്പോൾ അത് യൂസ് ചെയ്തതിന് ശേഷം ശരിക്കും നല്ല വിസിബിളായ മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുരുക്കൾ വരുന്നത് കുറഞ്ഞ്, ഇപ്പോൾ പാടുകൾ കുറഞ്ഞ്, മുഖത്ത് നല്ല മാറ്റമുണ്ട്, നല്ലൊരു കളറുണ്ട്. പിന്നെ കറുത്ത പാടുകൾ കുറഞ്ഞ്, കളറിനെക്കാട്ടിലും ഇവിടെയൊക്കെ ഇങ്ങനെ കുരുക്കൾ വന്ന് നെറ്റി മൊത്തം കുരുക്കൾ വന്നതിൻ്റെ പാടായിരുന്നു. പക്ഷേ നല്ല ക്ലീൻ ആയതുപോലെ. അപ്പോൾ ഇന്നലെ എന്നോട് ഒരു ചേച്ചി ചോദിച്ചു, മോളെ പണ്ടത്തെ പോലെ അല്ലല്ലോ, മോളുടെ മുഖം അങ്ങ് ആകെ മാറിയല്ലോ, എന്താ യൂസ് ചെയ്യുന്നത്? ഞാൻ ചേച്ചി ഞാനിപ്പോൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം കണ്ണ് തട്ടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്നെപ്പോലെ എത്ര പേരുണ്ടാവില്ലേ, അപ്പോൾ അവർക്കും കൂടെ പറഞ്ഞു എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോ ചെയ്യാം. ഞാനിപ്പോൾ എന്താ മുഖത്ത് തേക്കുന്നതെന്ന് അത് മാത്രമേ ഇപ്പോൾ ഇടുന്നുള്ളൂ, വേറെ ഒന്നും ഇടുന്നില്ല. അതും ഒരു സൺസ്ക്രീനും സൂപ്പറാട്ടോ. അതും ഞാനിപ്പോൾ ഈ സിറം യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് അത് ഞാൻ യൂസ് ചെയ്യുന്നത്. മെഡിക്കൽ ഷോപ്പിലാണെങ്കിൽ അങ്ങനെ അനാവശ്യമായിട്ടുള്ളതൊന്നും നമ്മളെടുത്ത് യൂസ് ചെയ്യുന്നില്ല. ഇത് ഞാൻ നല്ല റിസൾട്ട് ഉണ്ട് എനിക്ക്. അതുകൊണ്ടാണ് എൻ്റെ ഇത് ഇപ്പം നോക്കുമ്പോൾ നല്ല ഗ്ലോയി സ്കിൻ, അതായത് നല്ലൊരു തിളക്കമൊക്കെ വന്നതുപോലെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. കറുത്ത പാടുകൾ പോയത് തന്നെ ഭാഗ്യം എന്ന് പറയും, അത്രയ്ക്കും കറുത്ത പാടുകളുണ്ടായി. പക്ഷേ ഇപ്പം എൻ്റെ സ്കിന്നിന് കുറച്ച് നല്ല ഒരു ടെക്സ്ചറൊക്കെ ഉണ്ട്, ടെക്സ്ചർ. അപ്പം മുമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരുപാട് കുരുക്കൾ വരും. അപ്പോൾ അങ്ങനെ വന്ന് അള്ളിപ്പിടിച്ചിരിക്കും. പിന്നെ അതൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഞോണ്ടി എൻ്റെ അകത്തിരിക്കുന്ന, എനിക്കാണെങ്കിൽ അവസാനത്തെ ആ കുരുവിൻ്റെ അവസാനം ഇരിക്കുന്ന വെള്ളം വരെ എടുക്കുന്നവരെ എനിക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. അതൊക്കെ എടുത്തു കഴിയുമ്പോൾ പിന്നെ അത് പാടാവും, അതങ്ങനെ കിടക്കും. അപ്പോൾ
അങ്ങനെ കിടക്കും. പിന്നെ പാർലറിൽ പോകില്ല. എൻ്റെ കല്യാണത്തിന് പോയതാണ് ഞാൻ പാർലറിന്. അതും പാർലറിലല്ല എൻ്റെ കല്യാണത്തിന്. എന്നെ വീട്ടിൽ വന്ന് ഒരു ബ്യൂട്ടീഷ്യൻ ഒരുക്കുകയാണ് ചെയ്തത്. ആ കടലമാവൊക്കെ ഇട്ട്. ഇപ്പോഴും ഞാനിങ്ങനെ വീട്ടിൽ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യാറുണ്ടെന്നുള്ളതല്ലാതെ നമ്മൾ പാർലറിലോ ബ്ലീച്ചിങ്ങോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്താ യൂസ് ചെയ്യുന്നതെന്ന് കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞ പോലെ പെയ്ഡ് പ്രൊമോഷനൊന്നുമില്ല. എനിക്ക് ആരും പെയ്ഡും തരാനില്ല, പ്രൊമോഷനും തരാനില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്ന നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പൊതുവേ നമുക്ക് അങ്ങനെ ഇല്ല. എന്നാലും ഞാൻ റിസൾട്ട് ഇപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുഖത്തിന് എനിക്കൊരു മാറ്റം തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണേ. ഒരു മിനിറ്റ്. കടയിലെ ആൾ വന്ന് അങ്ങനെ അത് പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ എടുത്തപ്പോൾ നമ്മൾ ഇതൊന്നും ഫിൽറ്ററൊന്നും ഇടാതെ ഇങ്ങനെ വീഡിയോ എടുത്തത് കൊണ്ട് അപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ട് എൻ്റെ സ്കിന്നെന്ന്. അപ്പോൾ അതുകൊണ്ട് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇന്ന് എന്തായാലും വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും ഉഴുന്നവിടെ വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉഴുന്നവിടെ കഴിക്കുക. ആരും കൊതിയിടല്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.